ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യു വൈബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈമൺ ആർമിറ്റേജിൻ്റെ എ വിഷൻ എന്ന പോയമാണ്. ഞാൻ ഈ സൈമൺ ആർമിറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റാണ്, പോയറ്റ് ലോറിയേറ്റാണ്, കറൻറ്റ് പോയറ്റ് ലോറിയേറ്റാണ്. 2019 മുതലാണ് അദ്ദേഹം പോയറ്റ് ലോറിയേറ്റ് ആവുന്നത്. ഇനി ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ സിറ്റി, അതായത് ഒരു ഉട്ടോപ്യൻ സിറ്റി കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഒരിക്കലും റിയലിസ്റ്റിക് ആവുന്നില്ല. അത് പോയത്തിൻ്റെ എൻഡിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പോയം ക്യാപിറ്റലിസത്തിനെയും ഇൻഡസ്ട്രിയലൈസേഷനെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് പോവാം. The future was a beautiful place once. Remember the full-blown balsa wood town on public display in the civic hall, the ring-bound sketches, artist impressions. ഇതിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത് ഫ്യൂച്ചർ ഒരിക്കൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു എന്നാണ്. ഈ ഫ്യൂച്ചറിൻ്റെ കൂടെ ഒരിക്കലും പാസ്റ്റ് ടെൻസ് വരില്ല അല്ലേ, പക്ഷെ ഇവിടെ പാസ്റ്റ് ടെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത് ആ ഐഡിയൽ സിറ്റിയെക്കുറിച്ചുള്ള ഒരു മോഡലാണ്. ബാൽസ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൗൺ. അത് പബ്ലിക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സിവിക് ഹാളിലാണ്. പിന്നെ ഫുൾ ഒരു 3 സ്റ്റാൻസെങ്കിലും പറയുന്നത് ആ സിറ്റി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. Blueprints of smoked glass and tubular steel, board game suburbs, modes of transportation like fairground rides or executive toys, cities like dreams cantilevered by light, and people like us at the bottle bank next to the cycle path or dog walking over tended strips of fussy felt grass, or model drivers motoring home in electric cars, or after the late show strolling the boulevard. They were the plans, all underwritten in the neat left hand of architects, a true legible script. ഈ ലൈൻസിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റി എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളൊരു ആ മോഡലിൽ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ആ മോഡൽ വെച്ചിട്ടാണ് ആ ഒറിജിനൽ സിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. സ്മോക്ക്ഡ് ഗ്ലാസ്, ട്യൂബുലർ സ്റ്റീൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ മോഡൽ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഈ ബോർഡ് ഗെയിംസിലൊക്കെ കാണുന്ന പോലത്തെ പ്ലേസസ്, അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫെയർ ഗ്രൗണ്ട് റൈഡ്സ് പോലെ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും അത്. നമ്മൾ ഈ ഡ്രീംസിലുള്ള സിറ്റീസ് പോലെ ആയിരിക്കും, ഫുൾ ലൈറ്റൊക്കെ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഒരു ഉട്ടോപ്യൻ വിഷൻ, നെവർ ഗോയിങ് ടു ബി റിയൽ, അതാണ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ കോമൺ മാനിന് ഇവിടെയുള്ള പ്ലേസ് എന്താണ്, ആ സിറ്റിയിലുള്ള പ്ലേസ് എന്താണെന്ന് ആണ് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്. നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് പീപ്പിൾ ലൈക്ക് അസ് അറ്റ് ദി ബോട്ടിൽ ബാങ്ക്. ഈ ബോട്ടിൽ ബാങ്ക് എന്ന് പറയുന്നത് ലാർജ് കണ്ടെയ്നേഴ്സ് ടു കളക്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതിനെയാണ് ബോട്ടിൽ ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും പീപ്പിൾ ലൈക്ക് അസ് ഉണ്ടാവുക, സൈക്കിൾ പാത്തിൻ്റെ അടുത്ത്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവില്ലേ, അവിടെ ഇങ്ങനെ ഡോഗിനെയൊക്കെ വാക്ക് ചെയ്യാൻ കൊണ്ടുവന്ന് അവിടെയൊക്കെ ആയിരിക്കും നമ്മളുണ്ടാവുക. പിന്നെ മോഡൽ സിറ്റി ആണല്ലോ അത്, അതുപോലെ അവിടുത്തെ ഡ്രൈവേഴ്സും മോഡലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇലക്ട്രിക് കാഴ്സിലായിരിക്കും ലേറ്റ് ഷോയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ട്രീസൊക്കെ വെച്ച് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് പ്ലാൻ. എല്ലാം ആർക്കിടെക്ട്സ് നല്ല ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന പ്ലാൻ ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ റിയാലിറ്റി, അതാണ് പോയിട്ട് പറയുന്നത്. I pulled that future out of the north wind at the landfill site, stamped with today's date, riding the air with other such futures, all unlived in and now fully extinct. ഇനി പോയിട്ട് പറയുന്നത് ഞാനതിനെ നമ്മൾ ഈ പറത്തിയിട്ടു എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇങ്ങനെ നോർത്ത് വിൻഡിൽ വിട്ടു, സ്റ്റാമ്പ്ഡ് വിത്ത് ടുഡേയ്സ് ഡേറ്റ്, എന്നിട്ട് ഇന്നത്തെ ഡേറ്റും അതിൽ സ്റ്റാമ്പ് ചെയ്തു എന്നാണ് പറയുന്നത്.
റൈഡിങ് ദി എയർ വിത്ത് അതർ സച്ച് ഫ്യൂച്ചേഴ്സ്. ഈ പ്ലാൻ ഫ്യൂച്ചർ എന്താ പറയുക, എയറിൽ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്യൂച്ചർ മാത്രമല്ല എയറിലുള്ളത്, കുറേ ഇതുപോലെ ഉള്ള പ്ലാൻസ്, നടക്കാതെ പോയ പ്ലാൻസ് ആ എയറിൽ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എല്ലാം അൺലിവ്ഡ് ആണ്, എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോവുകയാണ്. ഒരു എന്താ പറയുക, ഒപ്റ്റിമിസ്റ്റിക് നോട്ടിൽ തുടങ്ങിയ പോയം എൻഡ് ചെയ്യുന്നത് ഒരു പെസിമിസ്റ്റിക് ടോണിലാണ്. ഇതാണ് എ വിഷൻ എന്ന പോയത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.